നമസ്കാരം, എൻ്റെ പേര് ശ്രീറാം. വർക്ക് ഫ്രം ഹോം എന്നും പറഞ്ഞ് ഒരു വർക്കും ഇല്ലാതെ ഹോമിൽ വെറുതെ ഇരിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചില കൂട്ടുകാർ വന്നിട്ട് പറയും, പഴയ സ്കൂളിനെ കുറിച്ച് നൊസ്റ്റാൾജിയൊക്കെ പറയും. ഞാനും എൻ്റെ സ്കൂളിനെ കുറിച്ച് ഓർക്കാറുണ്ട്. ജപ്പാൻകാർ ഈ ഹിരോഷിമയും നാഗസാക്കിയൊക്കെ ഓർക്കുന്ന പോലെ. ഇന്ന് ആർക്കും ഓർമ്മയില്ലാത്ത ഏതോ ഒരാളുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച സ്കൂളിലാണ് ഒരു ദിവസം എന്നെ കൊണ്ടുപോയി ചേർത്തത്. എന്നെ ചേർത്തുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, ഇവനെ നല്ലപോലെ തല്ലിക്കോണം, എങ്കിലേ ഇവൻ നന്നാവുള്ളൂ എന്നുള്ളത്. ഇങ്ങനെ തല്ലി നന്നാക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ഒരു നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ നന്നാവുമായിരുന്നെങ്കിൽ ടീച്ചർ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ തല്ലണം, പ്രിൻസിപ്പൽ കുറ്റം ചെയ്താൽ മന്ത്രി തല്ലണം, മന്ത്രി കുറ്റം ചെയ്താൽ കോടതി പിടിച്ച് തല്ലണം. ഇങ്ങനെ നന്നാക്കാൻ നിയമമില്ലാത്ത രാജ്യത്ത് വെറുതെ നന്നാൻ വേണ്ടി തല്ലുകൊണ്ട് അവസാനം നന്നാവാത്ത ഒരാളാണ് ഞാൻ. ഞാൻ പഠിച്ചത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അതിനെ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് മീഡിയം ഇംഗ്ലീഷ് സ്കൂളാണ്. അതിന് മീഡിയം ലെവലിലേക്ക് ആയിരിക്കും ഇംഗ്ലീഷ് പറയുന്നത്, ഈ മീഡിയം ചായ എന്നൊക്കെ പറയുന്ന പോലെ. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാ എന്നൊരവസ്ഥയാണ് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച എൻ്റെ ഇംഗ്ലീഷിൻ്റെ അവസ്ഥ. ഈ എല്ലാവരുടെയും ബയോഡേറ്റയിൽ ഭാഷാ പരിജ്ഞാനം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം വയ്ക്കും. അതായത് എഴുതാനറിയാം, വായിക്കാനറിയാം, സംസാരിക്കാനറിയാം. എൻ്റെ ബയോഡേറ്റയിൽ അതിന് അഡീഷണൽ ഒരു കോളം കൂടെ ഉണ്ട്, കണ്ടാൽ മനസ്സിലാവും. ഇംഗ്ലീഷ് എഴുതാറിനോടാ, വായിക്കാറിനോടാ, സംസാരിക്കാറിനോടാ, പക്ഷേ കണ്ടാൽ മനസ്സിലാവും ഇംഗ്ലീഷ് ആണെന്നുള്ളത്. ഹിന്ദി എഴുതാറിനോടാ, വായിക്കാറിനോടാ, സംസാരിക്കാറിനോടാ, കണ്ടാൽ മനസ്സിലാവും ഹിന്ദി ആണെന്നുള്ളത്. ചിലപ്പോൾ വേറൊരു ഓപ്ഷൻ കൂടെ വയ്ക്കാറുണ്ട്, കേട്ടാൽ പേടിയാവുന്നുള്ളതും കൂടെ. എന്തായാലും ആ സ്കൂളിലെ സാമ്പത്തിക വ്യവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ഇത് നടക്കാൻ വേണ്ടി പലതരം ടാക്സ് ഈടാക്കും. ടാക്സ് അല്ല, ഫീസ് ഈടാക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ്. സ്കൂളിലെ ടീച്ചർമാർ വേറെ നടത്തുന്ന ട്യൂഷന് പോയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അതിന് സ്കൂളുകാർക്ക് എന്തിനായി ട്യൂഷൻ ഫീസ് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നീടുള്ളതാണ് അഡീഷണൽ ഫീസ്. തൂക്കിപ്പറക്കി അടിക്കുന്നതിനാണ് ഈ അഡീഷണൽ ഫീസ്. പിന്നെയുള്ളത് മ്യൂസിക് ഫീസ്. രാവിലത്തെ പ്രാർത്ഥനാഗാനം, വൈകുന്നേരത്തെ ദേശീയഗാനം, ഇത് രണ്ടുമാണ് അവിടുത്തെ മ്യൂസിക് ഞാൻ കേട്ടിട്ടുള്ളതിൽ. പിന്നെയുള്ളത് ലൈബ്രറി ഫീസ്. എൻ്റെ സ്കൂളിലെ ലൈബ്രറിക്കാട്ടും പുസ്തകമുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബാർബർ ഷോപ്പിൽ. അതിൽ നടുക്കത്തെ പേജ് ഉണ്ടാവില്ലെന്ന് മാത്രമേ ഉള്ളൂ, എങ്കിലും സമാധാനമുണ്ട്. പിന്നെയുള്ളത് സ്വിമ്മിംഗ് ഫീസ്. സ്കൂളിൽ വെള്ളം പൊങ്ങുമ്പോൾ താറാക്കൂട്ടം പോലെ നീന്തി പോകുന്നതാണ് അവിടുത്തെ സ്വിമ്മിംഗ് ഫീസ്. പിന്നെയുള്ളത് സ്പോർട്സ് എക്യുപ്മെൻറ്റ് ഫീസ്. സ്കൂളിൻ്റെ അടുത്തുള്ള പറമ്പിൽ നിന്ന് തെങ്ങിന് മടൽ വെട്ടി ഉണ്ടാക്കുന്ന ക്രിക്കറ്റ് ബാറ്റും കല്ലിന് പുറത്തൂടെ കടലാസ് കെട്ടി റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന ക്രിക്കറ്റ് ബോളുമാണ് അവിടുത്തെ ഞാൻ കണ്ടുള്ള സ്പോർട്സ് എക്യുപ്മെൻറ്റ്. ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഇല്ലാത്തതുകൊണ്ട് സ്പെഷ്യൽ ഫീസ് വേറെ. പക്ഷേ ഒന്നുണ്ട്, ടീച്ചർമാർ നന്നായി ക്ലാസ് എടുത്ത് കുട്ടികളെ ഉറക്കാറുണ്ട്. ഈ ഉറക്കം തികച്ചും ഫ്രീ ആണ്. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് ഈ ഉറക്കം നല്ലതാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയതുമാണ്. എൻ്റെ സ്കൂളിൽ 2000 പേർക്ക് ആ കൂടി ഉള്ളത് 2 ബാത്റൂം, 4 പൈപ്പ്, 2 ബക്കറ്റാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും പിള്ളേർക്ക് ഇത്ര മതിയോ എന്നുള്ളത്. അപ്പോൾ സ്കൂളുകാർ പറഞ്ഞു, ഇല്ല, കുറച്ച് കാര്യങ്ങൾ കൊണ്ട് കുറേ പേർക്ക് ഉപയോഗം ഉണ്ടാവണം, അതാണ് ലോകത്തിന് നല്ലതെന്ന്. അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് മാത്രം പിള്ളേർക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ പേപ്പർ എല്ലാവരും കൊടുക്കണം എന്തിനാണ് എൻ്റെ ചോദ്യം. ഈ 2000 പേർക്കും ഈ പറയുന്ന 4 ക്വസ്റ്റ്യൻ പേപ്പർ, 4 ആൻസർ പേപ്പറും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷമാവും, പേപ്പറും ലാഭമാവും. എൻ്റെ സ്കൂള് ടെക്നോളജി പരമായിട്ട് വളരെ മുമ്പിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ഹോട്ടലിൽ കാണുന്ന ഹാൻഡ് ഡ്രയറൊക്കെ എൻ്റെ സ്കൂളിൽ പണ്ടേ ഉണ്ടായിരുന്നു. അതിൽ പൈപ്പിൽ വെള്ളം വരില്ല, കാറ്റ് മാത്രം വരും. അവിടുത്തെ കാറ്റാണ് കാറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജി പരമായിട്ട് എനിക്കും എന്തെങ്കിലും മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഞാൻ 50ഉം 100ഉം GB ഉള്ള ടെക്സ്റ്റ് ബുക്കുകൾ 1ഉം 2ഉം MB ഉള്ള ചെറു ഫയലുകളാക്കി പരീക്ഷയ്ക്ക് പോയി. പക്ഷേ സ്കാനിങ്ങിൽ ഇങ്ങനെ പൊക്കി. അന്ന് സാർ എന്നോട് പറഞ്ഞു, നീ ഈ ചെറു ഫയലുകളിൽ നോക്കിയല്ല പരീക്ഷ എഴുതേണ്ടത്, നീ നിൻ്റെ ഓർമ്മയിൽ നിന്ന് വേണം എഴുതാനുള്ളതാണ്. 20 വർഷമായി ഒരേ ടെക്സ്റ്റ് പഠിപ്പിക്കുന്ന സാറ് ഇപ്പോഴും ആ ടെക്സ്റ്റ് നോക്കിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോഴാണ് 1 വർഷമായി ടെക്സ്റ്റ് കാണുന്ന ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എഴുതാൻ. ഇൻജസ്റ്റിസ് ആണത്. എൻ്റെ സ്കൂളിൽ 1993 കമ്പ്യൂട്ടർ കൊണ്ടുവച്ചു. അത് മൃഗശാലയിൽ പിള്ളേരെ കൊണ്ടുപോയി ദോ സിംഗം എന്ന് പറഞ്ഞ് കാണിക്കുന്ന പോലെയാണ് ദോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതിനവർ 10 രൂപ വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ 1993 കമ്പ്യൂട്ടർ കൊണ്ടുവച്ചെങ്കിലും 6 വർഷം കഴിഞ്ഞ് 99 ആ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ഒരു പ്ലഗും ഒരു സ്വിച്ചും കൊണ്ടുവച്ചത്. അത് സ്കൂളിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അവർക്കും അറിഞ്ഞുകൂടായിരുന്നു ഈ സാധനം വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണമെന്നുള്ളത്. ശാസ്ത്ര വിഷയങ്ങൾ മാതൃഭാഷയിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണെന്ന് ആരൊക്കെ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഫിസിക്സിൻ്റെ മലയാളം മീഡിയം ടെക്സ്റ്റ് എടുത്തൊന്ന് വായിച്ചു. അതിലെഴുതിയിരുന്നത്, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിട്ടുള്ള പതന കോണിലൂടെ പ്രവേശിക്കുന്ന പ്രകാശരശ്മികൾ അവ അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിൽ തന്നെ പ്രതിപതിക്കുന്നതിനാണ് പൂർണ്ണാന്തര പ്രതിപതനം. ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇംഗ്ലീഷിൽ എഴുതി തോന്നുന്നതാണ് ഇതിനെക്കാട്ടും ഭേദമെന്ന്. അങ്ങനെ ഞാൻ വാച്ചിലെ സെക്കൻഡ് സൂചി 1 മണിക്കൂറിൽ എത്ര പ്രാവശ്യം കറങ്ങുമെന്ന് വാച്ചിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോഴാണ് സാർ വന്നൊരു പ്രധാനപ്പെട്ട പാഠം എടുത്തത്, പ്രത്യുൽപാദനം അഥവാ റീപ്രൊഡക്ഷൻ. ശരി, ഭാവിയിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ ശ്രദ്ധിച്ചു. സാർ വന്ന് ബോർഡിൽ 2 ചെമ്പരത്തിപ്പൂവിൻ്റെ പടം വരച്ചു. സോ സ്വീറ്റ്. ഒരു ചെമ്പരത്തിപ്പൂവിന് കാറ്റത്ത് പൊടി പാറിപ്പറന്ന് മറ്റൊരു ചെമ്പരത്തിപ്പൂവിന് വീണ്
വേറൊരു ചെമ്പരത്തിപ്പൂ ഉണ്ടാവും, കഥ കഴിഞ്ഞു. ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിവാർക്കൽ ടെക്നോളജി വെച്ച് മനുഷ്യന്മാർ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ചെമ്പരത്തിപ്പൂവിൻ്റെ കാര്യം ചെമ്പരത്തിപ്പൂ നോക്കിക്കോളും, മനുഷ്യൻ്റെ കാര്യം മനുഷ്യൻ വേണം നോക്കാൻ. അതുകൊണ്ട് മാത്രം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട സിനിമകൾ, ചിത്രങ്ങൾ, സാഹിത്യം തുടങ്ങിയവ തേടി അറിഞ്ഞു, ഒരു ഭ്രാന്തനെ പോലെ. ഇപ്പോഴും ആ യാത്ര തുടരുന്നു, വെറും ഒരു ഊളനെ പോലെ. ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിവാറക്കം വരുത്തി വെച്ച വിനയാണ് ഇതൊക്കെ. ഞങ്ങളുടെ സ്കൂളിലും ഉണ്ടായിരുന്നു PTA, അത് പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നല്ല, പിള്ളേരെ തല്ലു കൊള്ളിക്കാനുള്ള ഒരു അസോസിയേഷൻ എന്നാണ് അതിനെ പറയേണ്ടത്. അതിൽ പിള്ളേരുടെ റിവ്യൂ ഒക്കെ നടക്കും. ഒന്നാമത്തെ പോസിറ്റീവ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇതൊരു മലം കെട്ടാണ്, അതാണ് അവിടുത്തെ റിവ്യൂ. ഈ സ്കൂളുകാരുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്ത് തരം ആറ്റിറ്റ്യൂഡാണിത്? റിവ്യൂ പറയാം, റിവ്യൂ സ്കൂളുകാരുടെ അവകാശമാണ്, പറയേണ്ടത് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, നിർമ്മാതാക്കൾ ഈ സ്കൂളിലേക്ക് പൈസയും കൊടുത്താണ് പറഞ്ഞു വിട്ടേക്കുന്നത്. അവർക്കത് വിഷമമാകും, സാമ്പത്തിക നഷ്ടവർത്ത്, വേറൊന്നുമല്ല. അതുകൊണ്ട് 1-ാം ക്ലാസ്സിലെ റിവ്യൂ 5-ാം ക്ലാസ്സിലും, 5-ാം ക്ലാസ്സിലെ റിവ്യൂ 10-ാം ക്ലാസ്സിലും ആയി പറയുക. റിവ്യൂ കുറച്ച് സമയം കഴിഞ്ഞ് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത്രയൊക്കെ ആണെങ്കിലും എൻ്റെ സ്കൂളിൽ ഏറ്റവും നന്നായി പണിയെടുത്തുകൊണ്ടിരുന്നത് PT സാറാണ്, ഈ ഫിസിക്കൽ ട്രെയിനിങ്. അദ്ദേഹം തെറി വിളിക്കാനും വിസിലൂതാനും മാത്രമേ വാതുറക്കാറുള്ളൂ. ഞങ്ങളുടെ സ്കൂളിന് ദേശീയം, സംസ്ഥാനം, ജില്ല, ഉപജില്ലാ തലങ്ങളിലൊന്നും മത്സരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഒരേ ഒരു എക്സസൈസ് അദ്ദേഹം സ്ഥിരം ചെയ്യാറുള്ളൂ. അതിങ്ങനെ 1 2 3 1 2 3 എന്നിങ്ങനെ പറയും. അപ്പം ഞാൻ വിചാരിച്ചു ഈ 1 2 3 വെറുതെ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചാൽ എന്താണ് ഉപയോഗം എന്നുള്ളത്. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഈ 1 2 3 ഇങ്ങനെ നമ്മൾ സ്പീഡിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറക്കുന്നൊരു ആക്ഷനാവും. അങ്ങനെ ഒരു സമയം ഒളിമ്പിക്സിലെ ഓട്ട മത്സരത്തിൽ അമേരിക്കക്കാരും ചൈനക്കാരും നിലത്തൂടെ സ്പീഡ് ഓടിപ്പോകുമ്പം അവരിങ്ങനെ പറന്ന് തോപ്പിക്കുന്ന ഇന്ത്യക്കാരെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ഹി വാസ് എ ദീർഘദർശി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാലിബർ വെച്ചിട്ട് മാലിയിൽ മോഡൽസിൻ്റെ ഫോട്ടോഷൂട്ട് നടത്തി മാൻഹട്ടനിൽ നിൽക്കേണ്ടവനാണ്. പക്ഷേ എന്തുകൊണ്ടോ എന്നറിയില്ല, ഇപ്പോൾ മാലിപ്പുറത്ത് മതിലും പറക്കി മാനത്ത് നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ്. സോ ഇങ്ങനെയുള്ളവരടുത്ത് ഇങ്ങനെ സ്കൂളിലെ നൊസ്റ്റാൾജി ഒന്നും പറഞ്ഞു വരരുത്, അത് വിഷമമാകും. താങ്ക് യു. Once upon a time, once upon a time.